അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ ഐഷുമ്മയും നുസൈബയും തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ സമീറയും വരാറുണ്ട്. അവർ 3 പേരും ഒരുമിച്ചാണ് നിസ്കരിക്കുക. അതെ, ഉസ്താദ് പള്ളിയിലേക്ക് തറാവീഹ് നിസ്കരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ സമീറയെ പുത്തൻ വീട് തറവാട്ടിൽ കൊണ്ടാക്കും. എന്നാൽ ഉമ്മ പറയും, പൊന്നാര മോളെ, ഇത്രയും സമയം ഇങ്ങനെ നിസ്കരിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. പിന്നെ പഠിച്ചവൻ്റെ മുമ്പിലല്ലേ എന്നുള്ള ഒരു സമാധാനമുണ്ട്. അന്നും അവർ തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അത് പടച്ച റബ്ബിനോട് ഉമ്മ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. എൻ്റെ റഹ്മാൻ റഹീമുമായ രാജ സയ്യിദായ തമ്പുരാനെ, എൻ്റെ മക്കളും എൻ്റെ മരുക്കളെയും എൻ്റെ പേരക്കുട്ടികളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മനസ്സൊക്കെ അതൊന്ന് തീർത്ത് കൊടുക്ക് റഹ്മാനെ അല്ലാ. എൻ്റെ മക്കളെയും എൻ്റെ പേരക്കുട്ടികളെയും മരുക്കളെയും കുടുംബങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കല്ലാ. ഹൃദയം പൊട്ടി ഉമ്മ ദുആ ചെയ്യുന്നു. അല്ലാ പഠിച്ചോനെ. ഉഫ്. അങ്ങനെ അതാ തറാവിയും വിത്തറും എല്ലാം കഴിഞ്ഞ് ആ നിസ്കാരപ്പായൽ തന്നെ ഐഷുമ്മ ഇരിക്കുകയാണ്. അല്ലാ അൽഹംദുലില്ലാ. ആദ്യമൊന്നും കയ്യൂലേനു പൊന്നാരെ, കാലിൻ്റെ മുട്ടൊന്നും മടങ്ങൂലേനു. അന്ന് ഞാൻ ഈ കസാലയിൽ ഇരുന്നതിന് നിസ്കരിച്ചേണ്ടത്. പിന്നെ പണ്ടത്തെ കാലത്ത് അത്ര വലിയ നിസ്കാരം കാര്യമൊന്നും ഇല്ലേനു. ഇപ്പം പിന്നെ അൽഹംദുലില്ലാ തറാവിയൊക്കെ നിസ്കരിച്ചാൽ നല്ലോ അങ്ങോട്ട് കയ്യണുണ്ട്. പഴയ പോലെ ഒന്നല്ല. ഓ എൻ്റെ റബ്ബേ, അൽഹംദുലില്ലാ. അങ്ങനെ അതാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ദുആയൊക്കെ ചെയ്തു. അതാ 2 മക്കളെയും അപ്പുറവും അപ്പുറവുമായി കിടത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഐഷുമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കും. ഓ, താത്തയും കാക്കയും കൂടി കിടക്കണ കണ്ടില്ലേ. എൻ്റെ റബ്ബേ, എൻ്റെ ഷമ്മാസിൻ്റെ 2 മക്കളെ പോലെയാണ് ഇപ്പോൾ. അതെ, ആങ്ങളും പെങ്ങളും തന്നെ രണ്ടാളും ഒരേ പാലിനല്ല മുലപ്പാലിലെ കുടിച്ചത്. അല്ലാ, ഇനിയിപ്പോൾ ഏതായാലും തൊട്ടാ ഒതുറിയില്ലല്ലോ. ഏതായാലും പഠിച്ചോനെ, ആങ്ങളും പെങ്ങളും അങ്ങനെ ഒപ്പം അങ്ങനെ നിൽക്കട്ടെ. പഠിച്ചോൻ്റെ വിധി അങ്ങനെ നിൽക്കും. അല്ലാ റബ്ബേ, ഓളെ പെറ്റൊരു മാതാവുണ്ടല്ലോ റഹ്മാനെ, ആ പെണ്ണിനെ നല്ല മനസ്സ് തോന്നിയിട്ടൊന്നും ഇങ്ങോട്ട് എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് ഒരു നേരങ്ങളിൽ ഒരു മുലപ്പാൽ കൊടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായിരുന്നു. ഐഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. എന്നാൽ ഐഷുമ്മയുടെ വിചാരം അതെ, സൗദ അവളുടെ വീട്ടിൽ തന്നെ കുഞ്ഞിനെ ഒന്നും വേണ്ടാതിരിക്കുകയാണെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു കേട്ടില്ലേ, സത്താറുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന്. ഏതായാലും നടക്കട്ടെ, ആയിക്കോട്ടെ, ഒന്ന് നമുക്ക് സാരല്ലേ റബ്ബേ. എൻ്റെ നവാസിന് അങ്ങനെ ഒരു പെടൽ പെട്ട് റഹ്മാനെ, നല്ലതാന്ന് വിചാരിച്ച് നിന്നാണ്. എന്നാലും ഇങ്ങനെ ഉണ്ടാവില്ല ഒരു മനുഷ്യന്മാരെ. പെറ്റ കുട്ടിനെ വരെ കാണാൻ ഒരു പൂതി ഓൾക്കില്ലല്ലോ റഹ്മാനെ. ഐഷുമ്മ ഓരോന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നവാസിൻ്റെ മോനെ കാണുമ്പോൾ ഐഷുമ്മയുടെ കണ്ണുകൾ നിറയും. ഇല്ല കുട്ടിയെ, കുട്ടിക്ക് ഉമ്മമ്മ ഉണ്ട് കേട്ടോ. ഇവിടെ ഉമ്മമ്മ അതാ എൻ്റെ കുട്ടീൻ്റെ വാപ്പയില്ല അമ്മയില്ല എൻ്റെ കുട്ടിക്ക്. എന്നാലും ഉമ്മമ്മ ഉണ്ടാവും കേട്ടോ. മരിച്ചോളം ഉമ്മമ്മ നോക്കിക്കൊണ്ട് ഉമ്മാൻ്റെ കുട്ടീനെ, ആരും നോക്കിയില്ലെങ്കിലും കേട്ടോ. എന്നാൽ പാവം നുസൈബയാണെങ്കിൽ അവളുടെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ ആദ്യം പാല് കൊടുക്കുക നവാസിൻ്റെ കുഞ്ഞിനായിരിക്കും. അതെ, അത് ചെറുതല്ലേ എന്ന് കരുതിയിട്ട്. എന്നാൽ ഐഷുമ്മ പറയും, മോളെ എൻ്റെ കുട്ടി അടങ്ങാറായിക്കണോ? ഇല്ലമ്മ, അതിനെന്താ, ഇരട്ടക്കുട്ടികൾ എത്ര ആൾക്കാരുണ്ട്, അത് വിചാരിച്ചാൽ പോരെ. എന്നാൽ ഈ സമയം സമീർ അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമാണ്. അതെ, അവളും തന്നെ നവാസിൻ്റെ കുഞ്ഞിനെ നല്ലോണം നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ. എന്നാൽ ഈ സമയം റാഹില അവിടെ നിന്ന് പോയിട്ടുണ്ട്. അവൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു, എന്തേന്ന് അവൾ പോയത്? ഇവിടൊക്കെ നിന്നീനു. പോയത് ആ നോമ്പ് തുറക്കൽ കഴിഞ്ഞ പിറ്റേന്നും കൂടി നിന്ന്. പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞു. എവിടേക്ക് പോയത്, എന്താ ചെയ്യത്? നമുക്ക് പിന്നെ അങ്ങനെ പോകണ്ട, എവിടേക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. മനുഷ്യന്മാരെ കാര്യമല്ല, ഓൽക്ക് ഇനിയിപ്പോൾ ഓരോ കുടുംബങ്ങളും കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ. ഞാൻ ഏതായാലും ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ച് ഓൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണ്. പിന്നെ അവൾ പൊയ്ക്കണ്. എന്തായാലും റബ്ബേ നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്, ഒരു ഫിത്തിനയിലും പെടാതെ. ഐഷുമ്മയുടെ മനസ്സിൽ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ ഷമ്മാസിന് നല്ല സംശയം ഉണ്ടായിരുന്നു. ഷമ്മാസ് അവിടെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എന്തെൻ്റെ പൊന്നാര കുട്ടിയെ, മാൻ്റെ കുട്ടി റമളാൻ മാസത്തിൽ ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തിരയണത്? ഉമ്മ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലേ, പറയാൻ പറ്റൂലല്ലോ.
അല്ല മോനെ, ഒരാൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റിദ്ധരിക്കാനും പാടില്ല, ഒരാളെ വേദനിപ്പിക്കാനും പാടില്ല. അതന്നെയാണ് വലിയത്. ഈ റമദാൻ മാസത്തിലാവുമ്പോൾ നമ്മൾ ആ മട്ടത്തിൽ നിൽക്കണം. ഒരാൾ ഇടങ്ങാറാക്കരുത്. നാവോണ്ട് ഒരാൾ നമ്മൾ ഇടങ്ങാറാക്കരുത്. ഇടങ്ങാറാക്കി കഴിഞ്ഞാൽ ഓല മനസ്സത്തെ ആ ഒരു വേദന അത് തീർത്താൽ തീരൂലല്ലേ പൊന്നാര കുട്ടിയെ. ഒരു വാക്ക് കൊണ്ട് നമ്മൾ തൊള്ളിന്നൊരു വാക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. വീണ് പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് വാക്കുകൾ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എല്ലില്ലാത്ത അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പടച്ച റബ്ബ് പറഞ്ഞിക്കണല്ലോ. ശരി തന്നെയല്ലേ? ആ, അതന്നെയാണത്. എല്ലില്ലാത്ത അവയവങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക വേണം. നാവുമ്പോൾ നല്ല വിട്ട് കഴിഞ്ഞാൽ പോയി. ഏതായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. പഠിച്ചോനെ. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടി നവാസിനൊന്ന് വിളിച്ചു നോക്കാണേ. ആ, ഉമ്മയും വിളിക്കാം. ഷമ്മാസ് അപ്പോൾ തന്നെ അത് നവാസിനെ വിളിക്കുന്നു. എന്നാൽ നവാസിനോട് ഈ കാര്യം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അതറിയുമ്പോൾ നവാസിന് വിഷമമാവും എന്ന് കരുതിയിട്ട് തന്നെ. പെട്ടെന്നാണ് ഐഷമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നത്. റബ്ബേ, അല്ലെൻ്റെ ഷാമോനെ വിളിക്കല്ലേ, അവിടെ നിൽക്ക്. ആ, എന്തുമ്മ? എൻ്റെ കുട്ടിൻ്റെ മുടി കളയാനയക്കണല്ലടാ. 7-നാണ് സാധാരണ. ഇപ്പോൾ കളയാൻ എനിക്ക് പൂതി എല്ലാവരും. ഇതിപ്പോൾ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഞമ്മക്കിപ്പോൾ ഏതായാലും എൻ്റെ പൊന്നാര മോനെ നമുക്കിതൊന്ന് നടത്തണമല്ലോ. എന്നിപ്പോൾ നോമ്പിന് തന്നെ ആയിക്കോട്ടെ, അതന്നെ ഇക്കാറല്ലോ. 7-ന് കളയണം, ഒന്നെങ്കിൽ 14-ന് കളയണം, അല്ലെങ്കിൽ 28-ന്. അതിൻ്റെ മേലെ പോകാൻ പറ്റൂലല്ലോ. ആയിഷമ്മ അങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഷമ്മാസിൻ്റെ മനസ്സിൽ അതെ ശരിയാണ്, എൻ്റെ കുട്ടിയുടെ മുടി കളച്ചിൽ, അതെ എൻ്റെ കുട്ടിക്ക് വേണ്ടി അക്കയൊക്കെ തറക്കൽ, അതൊക്കെ 7-നായിരുന്നു ഏറ്റവും സുന്നത്ത്. പക്ഷേ കുറച്ചിങ്ങനെയൊക്കെ ആയിപ്പോയി. കുറച്ച് ദിവസങ്ങൾ ലേറ്റായിപ്പോയി. സാരല്ല. ആ, മെഡിക്കൽ കോളേജിലും അവിടെയൊക്കെ നിന്ന്, പിന്നെ മെംസിലും അവിടെയൊക്കെ നിന്ന് കുറച്ച് ദിവസം ലേറ്റായി. മോനെ, അതൊക്കെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. സാരല്ല ഉമ്മ, അതിപ്പോൾ 40 ആയാലും 50 ആയാലൊക്കെ ചെയ്യാലോ നമുക്ക്. പരിപാടി നടത്താലോ. മുടി കളച്ചിൽ അതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ട് നടന്നു. അതേതായാലും നന്നായി. കുട്ടിയുടെ തലയിൽ മുടിയൊന്നും പിന്നെ കൂടുതൽ വന്നിട്ടില്ലല്ലോ. അക്കീക്കത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ചിട്ട് ഉമ്മ വിഷമിക്കണ്ട. അതെ, ഉമ്മ എങ്ങനെയാണ് കരുതുന്നത് ആ രീതിയിൽ തന്നെ നടത്തണം. ഷമ്മാസിൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളായി. അതെ, നാടും വീടും അറിയണം നവാസിൻ്റെ മോൻ്റെ അക്കീക്കത്ത്. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം അവൻ ആലോചിച്ചു പോയി. അതെ, കുട്ടിയുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒന്നായി ഈ പുത്തൻ വീട് തറവാട്ടിലേക്ക് അന്നെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന്. എന്നാൽ സൗദിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ശരിക്കും ഷമ്മാസിന് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ആഗ്രഹം. ഉമ്മ. എന്താ മോനെ? ഉമ്മ, കുട്ടിയുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് റാഹത്തായിരുന്നു. മോനെ, ഉപ്പച്ചി അവിടെ നിൽക്കട്ടെ. ഉപ്പച്ചീൻ്റെ കാര്യത്തിൽ പ്രശ്നമല്ല. ഇപ്പോൾ ഉപ്പച്ചി ഇപ്പോൾ ഓലവിടെ ഉണ്ടല്ലോ, ഫാമിലി ആയിട്ട് ജീവിക്കല്ലേ, കുഴപ്പമുണ്ടാവില്ല. മനസ്സിനുള്ളിലൊക്കെ ഉണ്ടാവും. എന്നാലും ആ പെണ്ണിനെ ഒന്ന് വിളിച്ചാൽ ഒരു പക്ഷേ ഓള് വരുമായിരിക്കും. ഉമ്മ, ഞാൻ എങ്ങനെ വിളിക്കാനാ? അന്ന് വിളിച്ചപ്പോൾ കുറേ ചീത്ത കേട്ടതല്ലേ. മോനെ, എന്താ ചെയ്യുക, നമ്മൾ താന്ന് കൊടുക്കുക, താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ എന്നല്ലേ. സത്യം പറഞ്ഞാൽ ഷമ്മാസിനും തന്നെ അത് ആ കുഞ്ഞിൻ്റെ ഉമ്മച്ചി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോയി. ഉമ്മ, ശരിയാണ്, അന്ന് കുറേ ചീത്ത കേട്ട് വിട്ടതാണ് നമുക്ക്. അല്ല മോനെ, ഓളെ സത്താറ് കെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഉമ്മ, അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൗദത്ത് എങ്ങനെ അങ്ങനെ ചെയ്യൂ? സൗദത്ത് അത്ര മോശക്കാരിയല്ല. കാരണം അന്ന് നമ്മൾ ചെന്ന സമയത്തൊക്കെ നമ്മളോട് എന്തൊക്കെയോ ഒരു ദയുണ്ട്. പക്ഷെ ആ ഉമ്മ കുഞ്ഞിക്കഥയെ പറയാത്തത് കൊണ്ടാണ് അവൾ പേടിച്ച് നിൽക്കുന്നത്. അല്ലാതെ മോനെ, അതൊക്കെ ശരി തന്നെയായിരിക്കും. എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇടങ്ങാറ് തോന്നുകയാണ്. എൻ്റെ ഉമ്മ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ. സൗദത്ത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലടാ, പിന്നെ ആ ഷെറീനൊക്കെ വന്ന് പറഞ്ഞതോ? അല്ലമ്മ, ആ റാഹിലപ്പം എന്തപ്പം അങ്ങനെ പെട്ടെന്ന് പോയത്? 2-3 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് മോനെ പൊയ്ക്കോട്ടെ, ഓലല്ല മട്ടത്തിന് ജീവിച്ചോട്ടെ. പക്ഷേ പുത്തൻ വീട് തറവാട്ടിലേക്ക് ആരെങ്കിലും കൈ നീട്ടി വരികയാണെങ്കിൽ ഈ കാലം വരെ ആയിട്ട് ഐഷുമതാ മടക്കി പറഞ്ഞയച്ചിട്ടില്ല. മോനെ, എനിക്കും വല്ലാത്തൊരു ആഗ്രഹം മോനെ, നമുക്ക് ഒന്നും കൂടി പോയി നോക്കണോ പുത്തൻ വീട് തറവാട്ടിൽ? ഇനി ഒരു പക്ഷേ സത്താർ അവളെ കെട്ടിക്കുകയാണെങ്കിലോ അത് കാണാനുള്ള വിധി നമുക്ക് ഉണ്ടാവൂലേ? ഐഷുമ്മയും ഷമ്മാസും അതിനെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. കാരണം പെറ്റ തള്ളാന്ന് വെച്ചാലേ ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ മോനെ സ്നേഹം കൊടുത്തും പാലും തേനും കൂട്ടി വളർത്തിയാലും
പോറ്റിയാലും പൊന്നാര മോനെ പെറ്റ തള്ള അതന്നെ ഓൾക്കുണ്ടാവൂലേ ആ കുട്ടിക്കൊരു മുലയെടുക്കാൻ ഒരു പൂതി. ഏ അതുമല്ല എന്തൊക്കെ തന്നെ ഉമ്മാൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങണേ ആ ഒരു ഇത് കിട്ടൂലല്ലേ ഏതൊരു കുട്ടിക്കും. എൻ്റെ പൊന്നാര കുട്ടിയെ ഇന്നലെ കണ്ടില്ല, ഇന്നലെയൊക്കെ ഒരു വീഡിയോ ഉണ്ടല്ലേ ഈ വാട്സപ്പിലും ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നടക്കണ്ടല്ലോ ഈ വീഡിയോ, ഒരു കുരങ്ങൻകുട്ടിൻ്റെ കഥ. എൻ്റെ ഉമ്മ നിങ്ങളത് കണ്ടോ? അതെനിക്ക് അയച്ചെന്നത് നമ്മൾ റെജിനാണ്. റെജിന പറഞ്ഞു ഇങ്ങോട്ട് നോക്കിക്കാളി താത്താ, ഇങ്ങോട്ട് നോക്കിക്കാണി, ഈ ഒരു കുട്ടിനെ തള്ളക്ക് മാണ്ട. തള്ള അതിനങ്ങോട്ട് അടുപ്പിച്ചൊന്നുമില്ല, അതിനെ ഉപദ്രവിച്ച് അതിനങ്ങോട്ട് ആട്ടി പറഞ്ഞേക്കണം. ഇവിടെ ലാസ്റ്റ് എന്തായി, ഈ ഒരു കുരങ്ങൻകുട്ടി ഒരു പാവക്കുട്ടീൻ്റെ അടുത്താണ്ട് ഒരു മൃഗശാലയത്തെ കഥയാണ് ഇപ്പോൾ ഇത്. പാവക്കുട്ടി അവിടെ കിടക്കുന്നു കുരങ്ങൻ തന്നെ, അതിനാണ്ട് കൊടുത്തു മൃഗശാലയത്തെ ആൾക്കാർ. അതങ്ങോട്ട് കിട്ടിയേക്ക് അതതിൻ്റെ തള്ളൻ്റെ സ്നേഹം ഏതായാലും ഇല്ലല്ലോ. ഈ കുരങ്ങൻകുട്ടീനെ അങ്ങോട്ട് പിടിച്ചുകാണ്ട് അതിനെ കെട്ടിപ്പിടിച്ചലും അതിനെ ഉമ്മ വെക്കലും അതിനങ്ങോട്ട് സങ്കടം അങ്ങോട്ട് തീർക്കുക. പെറ്റ തള്ളാര് സ്നേഹം കാട്ടിയില്ലെങ്കിൽ പിന്നെ ആ മക്കൾക്ക് ആ വേദന തീർത്താൽ തീരൂല. ഈ പൈതലിന് ഇതിപ്പോൾ അറിയായിട്ടല്ലേ. അല്ലാ പഠിച്ചോനെ, അതെ അക്കിക്ക് തറക്കണം, എല്ലാവർക്കും ഇറച്ചി വാരി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം പഠിച്ചോനെ. അല്ലാ ഉമ്മ ഞാൻ ഒരു കാര്യം പറയാം, എന്നാൽ നോമ്പ് തുറ തന്നെ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ മോനെ, നോമ്പ് തുറയും ആക്കാം. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഓരോ പൊതി ഇറച്ചിയാണ്ട് കൊടുക്കുക പോകുമ്പോൾ. എന്തേ അത് നല്ല കാര്യമല്ലേ ഉമ്മ? ശരിയാണ് മോനെ, എന്നാൽ അതിൻ്റെ മുമ്പ് സൗദനെങ്കിലും ഒന്ന് ഞമ്മക്ക് വേണ്ട. അത് വേണ്ട. എൻ്റെ ഉമ്മ ഇനി ഒരാൾ ചീത്ത പറഞ്ഞത് എനിക്കിഷ്ടമല്ല, എനിക്കത് സഹിക്കൂല. അന്ന് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് ഉമ്മാനെ. അതെ അന്ന് ഞാൻ ക്ഷമിച്ചത് എനിക്ക് സങ്കടമില്ലായിട്ടല്ല. ഞാനിപ്പോൾ ഇനി അതുകൊണ്ട് എൻ്റെ ഉമ്മ ഒരാളെ കഴുക്കും പോകണം എനിക്കിഷ്ടമല്ല. ഉമ്മ ഇവിടെ തന്നെ നിന്നാൽ മതി. എന്താ ഒരിക്കലും ഒരാളെ ചീത്ത കേൾക്കാനും ഞാൻ സമ്മതിക്കൂല. ഷമ്മാസ് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോനെ അത് സാരല്ലടാ, നമ്മൾ ആര് ചീത്ത പറയേ, നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുക എന്തും ചെയ്തോട്ടെ, നമ്മൾ വതല് കാട്ടരുത്. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളഞ്ഞ കൊടൽമാല കൗത്തിരിട്ടപ്പോൾ പോലും എന്തായിട്ടില്ല ഒന്നും. ഓൽക്കെതിരെ ദുആ ചെയ്തുകൂടെ ഹബീബേ എന്ന് പറഞ്ഞ പോലെ അറിവില്ലാത്തോലല്ലേ. ഇൻഷാ അള്ളാഹ് ഓല് നന്നായിക്കോളും. അതായിരുന്നു നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാതെ നമ്മൾ വതല് കാട്ടരുത്. ഉമ്മ എന്തായാലും വേണ്ടില്ല, എൻ്റെ ഉമ്മാനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കൂല ഒരിക്കൽ പോലും. എനിക്കാവൂല ഉമ്മാനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ എനിക്ക് സഹിക്കൂലമ്മ. എൻ്റെ നെഞ്ചിലാണ് അത് കൊള്ളണത് ഉമ്മ, അതെനിക്ക് ഇഷ്ടമില്ല. എൻ്റെ ഉമ്മാനെ ആരും വേദനിപ്പിക്കണം എനിക്ക് ഇഷ്ടമില്ലമ്മ. മോനെ അത് സാരല്ലടാ, ഒക്കെ മറന്നാളി. ഞാനതൊക്കെ എപ്പോഴേ മറന്നു ഉമ്മ. എന്നെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ മറക്കുമായിരിക്കും, പക്ഷെ എൻ്റെ ഉമ്മാനെ വേദനിപ്പിച്ചാലേ അതെനിക്ക് മറക്കൂലമ്മ, അത് ആരൊക്കെ തന്നെയാലും. ഷമ്മാസ് അത് പറയുമ്പോൾ കരഞ്ഞിരുന്നു. മോനെ അത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ആയിഷമ്മ കണ്ണുകൾ തുടച്ചു. എൻ്റെ ഉമ്മ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കിക്കോളാം സൗദിയെ. എൻ്റെ ഉമ്മ ഒന്നിനും വരണ്ട, ഞാൻ ചോദിക്കും പറ്റുന്നുണ്ടെങ്കിൽ. അതെ വരണമെങ്കിൽ വരട്ടെ. പിന്നെ സത്താറുമായുള്ള കല്യാണം അതെനിക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല, പക്ഷെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കല്ലേ, എന്തായാലും വേണ്ടില്ല ഇൻഷാ അള്ളാ. എന്നാൽ അന്നതാ ഷമ്മാസ് പുറത്തേക്ക് പോയി. പോകുന്നതിനിടയിൽ അവൻ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. ശരിക്കും അതെ അത് മറ്റൊന്നുമല്ലായിരുന്നു, ടെക്സ്റ്റൈൽസിന് മുമ്പിലൂടെയാണ് അവൻ പോയത്. ഒരു നിമിഷം അവൻ ആ ടെക്സ്റ്റൈൽസിന് മുമ്പിലേക്ക് ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. ഒരു നിമിഷം സത്താർ, അത് സത്താറല്ലേ? എന്നാൽ കൂടെ ആരാണെന്ന് ഒരു നിമിഷം അവൻ നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, അത് സൗദയുടെ അനിയത്തിയായിരുന്നു. സൗദയുടെ അനിയത്തി ഹസീന. ശരിക്കും ഷമ്മാസ് ഒരു നിമിഷം ഇതിപ്പോൾ എന്താ, അനിയത്തിയും ജ്യേഷ്ഠത്തിനെയും കൊണ്ടൊക്കെ നടക്കുകയാണോ അല്ലാ. എന്നാൽ ഷമ്മാസിന് ആ ഭാഗത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഒരു നോട്ടം കണ്ടു. എന്നാൽ അവൻ എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, ഇതിപ്പോൾ സൗദത്തെ വിവാഹം കഴിച്ചെന്നൊക്കെയുള്ള പറയുന്നത്, ഇപ്പം ഇവരാണല്ലോ കൂടെ പോരുന്നത്, അതും രണ്ടുപേരും ശരിക്ക് ഭാര്യയും ഭർത്താവും പോലെ. അങ്ങനെ അത് അവർ കാറിൽ നിന്നിറങ്ങി രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന ആ രംഗം ഷമ്മാസ് ഒരു നിമിഷം കണ്ടു.
പഠിച്ചോനെ എന്തൊക്കെയാണ് നടക്കണത്? ഇതിപ്പോൾ എന്താ സംഭവം? ഏ കല്യാണത്തിൻ്റെ ആളൊക്കെ മാറിപ്പോയല്ലോ. ഇതിപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ പന്തികളുള്ള പോലെ. ഇതൊന്ന് സൗദത്ത അവർ ഓനിഷ്ടമില്ലായിട്ട് ഓളെ പറഞ്ഞയച്ചതായിരിക്കുമോ? അറിയില്ല. എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ. എന്നാൽ ഷമ്മാസിന് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകമാണ് തോന്നിയത്. ഇതിപ്പോൾ നേരെ തിരിഞ്ഞു പോയല്ലോ. അന്ന് ഷമ്മാസ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. പഠിച്ചവൻ എന്താ ഞാൻ കണ്ടത് എനിക്കറിയണില്ല. അവരെ എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ, നോ പ്രോബ്ലം. അതല്ല ഞാൻ വിചാരിക്കുന്നത്, സൗദത്തെയുമായി വിവാഹം കഴിഞ്ഞു സത്താറിൻ്റെ എന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. എന്നിട്ടിപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. അവൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ വന്നിരുന്നു. അങ്ങനെ അതാ അവൻ പുത്തൻ വീട് തറവാട്ടിലേക്ക് കാറ് കയറ്റി. അതാ മോനെ. എന്തോ ഉമ്മ? എന്തെൻ്റെ കുട്ടിയുടെ ആലോചിച്ചിരിക്കണത്? ഒന്നുമില്ലമ്മ. ഇന്നെന്തെൻ്റെ കുട്ടി പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഏതായാലും പഠിച്ചോനെ നമുക്ക് ആ കാര്യം പെട്ടെന്ന് കണ്ട് റാഹത്തിലാക്കണം കേട്ടോ മോനെ. ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഉമ്മയും ബാപ്പയും വന്നില്ലെങ്കിലും കുട്ടിൻ്റെ പേരിൽ നമുക്ക് അക്കീക്കത്ത് അറുത്ത് കൊടുക്കണം. കാരണം നാളെ മഹ്ശറിന്ന് ആ കുട്ടികൾ ആ വാഹനമായിട്ട് ഇമ്മ കയറി വരുന്നൊക്കെ പറഞ്ഞ് കേട്ടിക്കണല്ലോ ഉമ്മ. എന്തായാലും നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ സുന്നത്തല്ലേ, അത് നമ്മൾ ഇൻഷാ അല്ലാ നിർവഹിക്കണം. അത് പെട്ടെന്ന് ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കുറച്ച് നീണ്ടുപോയി എന്നർത്ഥം. മോനെ ഉമ്മാക്ക് ഇഷ്ടം മുടിയാഴ്ചയിലും അറവൊക്കെ ഏഴിനാക്കാൻ തന്നെയാണ്. അങ്ങനെ തന്നെ ആക്കിൻ്റെതും. ഇതിപ്പോൾ കുറച്ച് നീണ്ടോ സാരമില്ല. എന്നാലും ഉമ്മ കുഞ്ഞിനെ നമുക്ക് സുരക്ഷിതമായി കിട്ടിയില്ല, അതും വലിയ ഭാഗ്യമല്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ സ്പോട്ടിൽ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും? കുഞ്ഞിനൊക്കെ ആരോ കൊണ്ടുപോയിട്ടുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാ ഭാഗ്യം തന്നെയല്ലേ ഉമ്മ. അതൊക്കെ ശരി തന്നെയാണ് മോനെ. എൻ്റെ കുട്ടി പറഞ്ഞതൊക്കെ നേരെ തന്നെയാണ്. എന്നാൽ ഷമ്മാസിന് അതിനെക്കുറിച്ചായിരുന്നു ചിന്ത. എന്താ റബ്ബ് ഇത് കാട്ടുക? ഞാനിപ്പോൾ എന്തെൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്? സത്താറും ഹസീനയാണല്ലോ ആ പോയത്. ഇതിപ്പോൾ അങ്ങോട്ട് പോയി അന്വേഷിക്കാനും വയ്യ, ചോദിക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എന്നാലിപ്പോൾ സൗദത്ത അവരെ വാഹനത്തിലില്ല, പിന്നെ ആരും ഇല്ലായിരുന്നോ? അതിൽ ഞാനിപ്പോൾ എന്ത് കണ്ടത്? പഠിച്ചോനെ വേറൊരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനേ പാടില്ല. എനിക്കതൊന്നുമല്ല റഹ്മാനെ, ഞാൻ ആലോചിച്ചത് വേറെയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവരോട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഒരു വെട്ടെങ്കിലും ആ അമ്മിഞ്ഞപ്പാലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ, ആ കുഞ്ഞിനൊന്ന് നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ. റബ്ബേ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. മക്കളില്ലാത്തവർക്കൊക്കെ ഈ ഒരു അനുഭവം അത് വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും. എന്നാലും സൗദത്ത് അങ്ങനെ ചെയ്യുമോ? കുഞ്ഞുമോനോട് സ്നേഹമില്ലാതിരിക്കുമോ പ്രസവിച്ച കുട്ടിയോട്? എങ്ങനെ റബ്ബേ അറിയില്ല. ഓരോരുത്തർക്ക് ഓരോന്ന് പടച്ച റബ്ബ് ഓരോ മനസ്സ് കൊടുക്കുകയായിരിക്കും. ഷമ്മാസിന് അതിനെക്കുറിച്ച് ചിന്തകൾ മാത്രമായിരുന്നു. അതെ സൗദ, അവരെ ഒന്ന് കണ്ടുകിട്ടണം. കണ്ടുകിട്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുക. എന്തായാലും ഇനി നിങ്ങൾ വരില്ലേ? അതൊഞ്ഞി കുഞ്ഞുള്ള കാര്യം അറിയില്ലേ? ആർക്കറിയാം? അത് ഒന്ന് വിശദമായി ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. ഉമ്മ. എന്താ മോനെ? ഉമ്മ സൗദത്തിയുടെ ഫോൺ നമ്പർ നിങ്ങളെടുത്തുണ്ടോ? മോനെ ഞാൻ എന്നും വിളിച്ചു നോക്കൂടാ, സ്വിച്ച് ഓഫാണ്. എന്നും. ഉമ്മ നിങ്ങളെന്നും വിളിക്കുമോ? അതെ മോനെ, എന്നും വിളിച്ചു നോക്കും. മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണിത്. ആ പിഞ്ച് പൈതലിൻ്റെ മുഖം കാണുമ്പോൾ റബ്ബേ ഒരു ദിവസങ്ങളും പറ്റി തള്ളക്കൊന്ന് പാലെടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിക്കും. ഞാനിങ്ങനെ വിളിക്കും മോനെ 2 നേരം. എൻ്റെ ഉമ്മ നിങ്ങൾ വല്ലാത്ത. അതേ മോനെ, എന്തിനാണ് നമ്മൾ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കണേ? നമുക്ക് നമ്മളെ കുട്ടീൻ്റെ ഉമ്മാനെ കിട്ടിയ വലിയൊരു ഭാഗ്യമല്ലേ അത്. ഉമ്മ അത് എൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യം. ഉമ്മാനെ അത്രയ്ക്ക് അവർ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും വീണ്ടും മോനെ എന്താ ചെയ്യാം? എനിക്ക് എൻ്റെ മനസ്സിലൊന്നും നിൽക്കൂലടാ. ആരൊക്കെ എന്നെ ചീത്ത പറഞ്ഞാലും ഉപദ്രവിച്ചാലും ഞാൻ മനസ്സിൽ വെക്കലില്ല. അതൊക്കെ പടച്ച റബ്ബിനാണ്ട് തവക്കലാക്കും. അല്ലാ തവക്കൽത്തു അലല്ലാ. പക്ഷേങ്കിൽ എനിക്ക് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ്. പിന്നെ എനിക്ക് ആ സങ്കടം പോയി കിട്ടൂല. പിന്നെ എങ്ങനെയാണ് മറക്കും. എന്നാലൊരു വാക്കെതിരെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഷമ്മാസിൻ്റെ ഉമ്മയെ ആലോചിക്കുമ്പോഴേ സങ്കടമാണ് വരുന്നത്. പാവൻ്റെ ഉമ്മ എന്തിനെത്രയധികം ത്യാഗം സഹിക്കണേ. അത് അന്ന് ആ റാഹില ഷെറീന അവരൊക്കെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ടും എൻ്റെ ഉമ്മ അവരൊക്കെ സ്വീകരിച്ചത്. റബ്ബേ എന്തായാലും റാഹിലയുടെ കാര്യത്തിനും ഷമ്മാസിന് അത്ര അങ്ങത് പോരായിരുന്നു.
കാരണം ഇപ്പോൾ അവർ സ്ഥലത്തില്ല, അവർ പോയിട്ടുണ്ട്. ഏതൊക്കെയാ ഉറപ്പ് എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഈ നല്ലൊരു മാസത്തിൽ. എന്നാൽ ഷമ്മാസിന് സൗദി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. അതെ, സത്താറിൻ്റെ കൂടെ ഹസീനയായിരുന്നു വന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ അത്ര റിലേഷനൊന്നും ഉണ്ടാവില്ല എന്നും അവന് വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഫൈസൽ അതാ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മോനെ, ആ ഫോൺ എടുത്താ അമ്മാൻ്റെ ഇതുമ്മ ഫോണ്. ആഹാ, ഇതാര് ഫൈസൽക്കാണല്ലോ. ഇതുമ്മ. ഹലോ മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എങ്ങനെയുണ്ട് നോമ്പൊക്കെ എൻ്റെ കുട്ടീൻ്റെ? ഉമ്മ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയല്ലേ. അല്ല മോനെ, മുന്താസ് എവിടെ? മുന്താസ് ഭയങ്കര വർക്കിലല്ലേ? വർക്കിലോ? ആ, അവള് പഠിച്ച് എന്തൊക്കെയോ നേടി ഫുൾ കമ്പ്യൂട്ടർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ആയി ശരി. ഞാൻ വിചാരിച്ചു അല്ല എൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ ഒരുപാട് ദിവസമായില്ലേ. ഉമ്മ എല്ലാ തിരക്കൊക്കെ കഴിയട്ടെ, എല്ലാം കഴിഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരി, എന്നിട്ട് നമുക്ക് ഇൻഷാ തിരക്കില്ലല്ലോ. മുംതാസിനെ കിട്ടുന്ന പോലുമില്ല. പക്ഷെ ഓളുടെ ഉമ്മയും ഉപ്പയും എപ്പോഴും ഇങ്ങനെ അതിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഏതായാലും ഉമ്മ ഈ ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആ കാര്യത്തിൽ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഞാനും അവളുടെ പിതാവും പോവും. പിന്നെ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കും. ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. മോനെ അത് കേട്ടാൽ മതി. ഞാൻ മുംതാസിനെ നിൽക്കാണ്ട് കഴിച്ചണം. ഞാൻ ഉമ്മാൻ്റെ കുട്ടീനോടൊരു കാര്യം പറയാം. എന്തേ ഉമ്മ? അല്ലേ, ഏതായാലും ഓളെ ബാപ്പ അവിടെ ഉണ്ടല്ലോ, കയ്യെ കൊടുക്കാൻ ആളുണ്ടല്ലോ. ഉമ്മാൻ്റെ കുട്ടി, ഞങ്ങളൊന്നും കാക്കണ്ട, വേഗണ്ട് നിൽക്കാതെ കഴിച്ചാളി. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഉണ്ട് ഇൻഷാ അല്ലാ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കണ്ട് വന്നിട്ട് നല്ല ഉഷാറിൽ നടത്താം. എന്തേ, ഇതിപ്പോൾ ഉമ്മാക്ക് വലിയൊരു സമാധാനക്കേടുണ്ട് ചെറുതായിട്ടൊന്ന്. എന്തേ ഉമ്മ? അതൊക്കെ ഉണ്ട് മോനെ. ഇപ്പം ഞാൻ തൽക്കാലം ഇത് കേക്ക് വേഗമാണ് നിക്കാഹ് അയച്ചേക്ക് കേട്ടോ. നിക്കാഹാണ് നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഞങ്ങളെ മട്ടത്തിൽ നിൽക്കാലോ. ഇതിപ്പോൾ എന്തൊക്കെ തന്നെയല്ല അന്യർ തന്നെയാണ് ഉമ്മ. അതിന് അവളങ്ങനെ കാണുന്നില്ല. അവൾ ഭയങ്കര നാണക്കാരിയായിട്ടുണ്ട്. അന്നൊക്കെ പിന്നെയും സംസാരിച്ചിരുന്നു, ഇപ്പോൾ ഭയങ്കര നാണക്കാരിയാണ്. അവൾക്ക് ഇപ്പോൾ ഞാൻ പറയും ഇതെന്താ ദിവസം നാണം കൂടി വരികയാണോന്ന്. എന്നാലും ഓളെ പിതാവ് പറയും നിക്കാഹിൻ്റെ കാര്യമൊക്കെ വേണ്ട കഴിച്ചോളി. അതന്നെ മോനെ ഞാനും പറയണത്. ഉമ്മാൻ്റെ കുട്ടി വേണ്ട നിക്കാഹ് കഴിച്ചാൽ ഞങ്ങളെ കാക്കണ്ട. ഇവിടുത്തെ പ്രശ്നവും പ്രയാസവും തീർന്നിട്ടാണ് വരവുണ്ടാവില്ല. എന്തുമ്മ പ്രശ്നം? എന്താണ്? നവാസ്ഖാൻ്റെ കുട്ടിയൊക്കെ ഓക്കെ അല്ലേ? അതെ മോനതൊക്കെ അൽഹംദുലില്ലാ. എന്നാൽ സൗദ ഇവിടെ ഇല്ലാത്തതും സൗദ കുട്ടിയുമായി വേർപിരിഞ്ഞ് നിൽക്കുന്നതൊന്നും ഐഷമ്മ പറഞ്ഞിട്ടില്ല. എന്തിനാ ഇപ്പോൾ ഒരാളെ ബോധിപ്പിക്കണം, വിഷമിക്കണം? ഒരാളെയും വിഷമിപ്പിക്കരുത്, എല്ലാവരും സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളെ കാരണം കൊണ്ട് ഒരാൾ വിഷമിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് കിട്ടുമല്ലോ. ഉമ്മ എന്നാൽ പിന്നെ ശരി, ഞാൻ വിളിക്കാം കേട്ടോ, കുറച്ച് തിരക്കിലാണ്. ആയിക്കോട്ടെ മോനെ, ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞ പോലെ ചെയ്തോളി. ഏതായാലും എല്ലാം ഒത്തൊരുങ്ങി വന്നിട്ടൊന്നും അങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ല എൻ്റെ പൊന്നാര കുട്ടിയെ കേട്ടോ. ഇൻഷാ അല്ലാ അതാണ്ട് മട്ടം പോലെ. എൻ്റെ പൊന്നുമ്മ, ഉമ്മ ഇല്ലാതെ എന്ത് നിൽക്കാഹ എനിക്ക്? തിരക്കില്ല, ആക്കും പോലെ മതി. അല്ല മോനെ, എൻ്റെ കുട്ടി ഇനിയിപ്പോൾ എന്താ ചെല്ലി ഉമ്മാൻ്റെ കുട്ടി അതിനാണ്ട് ഒരുങ്ങിക്കാളി. ഞാൻ ഇൻഷാ അല്ലാ ഇവിടെ ദുആ ചെയ്തോളെ. എവിടുന്നാണെങ്കിലും ഉമ്മാരെ ദുആ കുട്ടികൾക്ക് കിട്ടുമല്ലോ കേട്ടോ. അതുകൊണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഉമ്മാൻ്റെ മോന് എങ്ങനെ വെച്ചാൽ നല്ല മട്ടത്തിന് എൻ്റെ കുട്ടി ജീവിച്ചോളി. ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൻക്ക് ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ ഇൻഷാ അല്ലാ എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ. എന്നാലും നിങ്ങൾ വരാതെ ഉമ്മ ഫൈസൽ നിൽക്കായിക്കൂല. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. എൻ്റെ റബ്ബേ, അതെ അവൻ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ കുട്ടിയെ വല്ലാത്തൊരു ഓനക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ്, പഴയ പോലെ ഒന്നല്ല. പഴയ കാലത്ത് എന്തേനു പഠിച്ചോനെ. അല്ലാ എൻ്റെ ദുആ നീ കേൾക്കുന്നുണ്ടല്ലോ, നീ ദുആ നല്ലോണം സ്വീകരിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇതൊക്കെ. പഠിച്ചോനെ, എനിക്ക് എൻ്റെ സൗദ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടീനെ ഒന്ന് വന്ന് കണ്ടെങ്കിൽ. ഉമ്മ അതായിരുന്നു ദുആ ചെയ്തത്. എന്നാൽ ഷമ്മാസ് ആ കാര്യം ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മക്കാകപ്പാട് ടെൻഷനാവോ എന്നൊക്കെ കരുതിയിട്ട്. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു. സൗദിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളത്. അത് അവരുടെ വീട്ടിലേക്ക് പോയിട്ടെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കാര്യം എങ്ങനെയെങ്കിലും അവരോട് പറയണം. ഫോൺ വിളിച്ചത് സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ സമയം അതാ പള്ളിയിൽ ഉസ്താദിൻ്റെ ആ കൊച്ചുമുറിയിൽ നമ്മുടെ സൗദ ഇബാദത്തിലായി ഇരിക്കുകയാണ്.
അവൾ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നുണ്ട്. റഹ്മാൻ റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ഖുദ്ദൂസായ തമ്പുരാനെ, റഹ്മാനെ, എൻ്റെ സ്ഥിതിഗതികൾ നിനക്കറിയാലോ റബ്ബേ. ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാനൊന്ന് പാലൂട്ടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ റബ്ബേ. അതെ, വീട്ടിൽ നിൽക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോന്നതാണ് ഞാൻ. അത്രക്കും ഉമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ അവരുടെ ഉപദ്രവവും പ്രഹസനവും എനിക്ക് സഹിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോന്നതാണ് റബ്ബേ. എന്നാൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തെരുവിലെങ്കിലും ജീവിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു റബ്ബേ. ഞാൻ എൻ്റെ ഉപ്പയെ തേടി വന്നതാണ്. എൻ്റെ ഉപ്പയുടെ ഈ സങ്കടങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറയണം, ഉപ്പയുടെ നെഞ്ചിൽ കിടന്നൊന്ന് പൊട്ടിക്കരയണം എന്ന് കരുതിയിട്ട് ഉപ്പയെ തേടി തിരഞ്ഞതാണ് റബ്ബേ. എന്നാൽ ഉപ്പയെ എനിക്ക് കിട്ടിയില്ലല്ല റഹ്മാനെ. നീ പെട്ടെന്ന് നീ അതിന് വഴിയൊരുക്കിക്കൊണ്ടല്ല. എന്നാൽ ഈ സമയം അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. റബ്ബേ, ഉസ്താദിൻ്റെ റൂമാണ് എനിക്ക് ഒഴിച്ചു തന്നിരിക്കുന്നത് റബ്ബേ. അതും ഈ കോയമ്പത്തൂരിൻ്റെ ഈ തെരുവുകളിലൂടെ. അതെ, പുറത്ത് കിടക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് ഉസ്താദ് പറയുകയാണ്. പാവം റബ്ബേ, ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാർ, മനുഷ്യസ്നേഹി. അള്ളാഹുവേ, ഉസ്താദിന് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. എന്നാൽ ഈ സമയം സൗദിയുടെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഒരു നിമിഷം അവൾ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റു. റബ്ബേ, ആരായിരിക്കും? അവൾ വാതിൽ തുറക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഉസ്താദ് പറഞ്ഞിരുന്നു, മോളെ, നീ പള്ളിയിൽ ഇരിക്കുമ്പോൾ വാതിൽ അടച്ചുകൊണ്ടിട്ടോ. കാരണം ഇവിടെ ആരൊക്കെ വരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. വാതിലടച്ചിരുന്നോണ്ട് വാതിലാവുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വാതിലിൻ്റെ മുട്ട് കേട്ട അവൾ ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, ആരായിരിക്കും? അത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിശ്വസിച്ചങ്ങനെ നിൽക്കാൻ പറ്റില്ല മോളെ. കാരണം ഇവിടെ പല രീതിയിലുള്ള സാമൂഹ്യ ദ്രോഹികളൊക്കെ ഉണ്ടായിരിക്കും. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏത് സമയം ഈമാൻ ഉറപ്പിച്ച് നിൽക്കണം. അതെ, സൗദ കേട്ടിട്ടുണ്ട് ഇമാമിനെ വെട്ടിക്കൊന്ന കഥയും അങ്ങനെയൊക്കെ ഓരോന്ന്. പള്ളിയിൽ കയറി പല ആളുകൾ. പഠിച്ചോനെ അല്ലാ. വാതിൽ മുട്ടുകേട്ടപ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭീതി തോന്നി. റബ്ബേ, ഇനി ഉസ്താദ് എന്നെ ഇതിനുള്ളിൽ പാർപ്പിച്ചത് ആരെങ്കിലും അറിഞ്ഞിട്ട് ഉസ്താദിനെ എങ്ങാനും ശിക്ഷിക്കൂ റബ്ബേ. അതിനു വേണ്ടിയിട്ട് തെളിവെടുപ്പിനായി എങ്ങാനും വരികയാണോ റബ്ബേ എന്നുള്ള രീതിയിൽ അതും അവൾ ചിന്തിച്ചു. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പേടി തോന്നി. റബ്ബേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാതിലിനടുത്തേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ, ആരായിരിക്കും വാതിലിൽ മുട്ടിയിട്ടുണ്ടാകുക? സൗദ പേടിച്ചതുപോലെ വല്ലതും നടക്കുമോ? സാമൂഹ്യ ദ്രോഹികളെങ്ങാനും വന്ന് പള്ളിക്കകത്ത് കയറി അവിടെ എങ്ങാനും ദുഷ്ടപ്രവൃത്തികൾ ചെയ്തോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.